പഴയ ചില സിനിമകളിലെ ചില ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചിലത് കണ്ടാൽ മനസ്സിലാകത്തൊന്നുമില്ല. ഭയങ്കര സീൻ, മറ്റേ സെന്റ് സീനിലൊക്കെ എടുത്തിരുന്നത് സ്റ്റൈലായിട്ട്. പിന്നെ ഈ സീനൊന്ന് കണ്ടു നോക്കണം, ഭയങ്കര രസമാണ് കേട്ടോ. ഡയറക്ടേഴ്സ് ബ്രില്യൻസ്. ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ള ഒരാൾ ഒരു കണ്ണടയും പിടിച്ച് വന്ന് ഇറങ്ങി നിന്ന് കണ്ണട വെച്ചിട്ട് പിന്നെ ഒരു മനുഷ്യനാന്നാ പറയണേ. ശ്രീധരമാമ എന്ത് ചതിയാടാ നായിന്റെ മോനെ നീ ചെയ്തത്? ഈ കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുണ്ടെങ്കിൽ, ദൂരക്കാഴ്ച ഇല്ലെങ്കിലേ ഈ കണ്ണടയും പിടിച്ച് വീട്ടിൽ കൂടെ മൊത്തം നടക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരാൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഉടനെ ഇത് വെക്കാതെ വരിക. എന്നിട്ട് പുറത്ത് വന്നിട്ട് ആരാന്ന് ചോദിക്കുക. മനുഷ്യനാന്ന് പറയുമ്പോൾ ഉടനെ സ്റ്റൈലിൽ അവര് കാണത്തില്ലെന്ന് പറയാ. ഉടനെ കണ്ടു നീ കഴിവറ മോനെ എന്നാണ്ട് വിളിക്കുക. എന്നിട്ട് എന്ത് പണിയടാവും ഇത്? ഡയറക്ടറാണോ വിളിച്ചത്? എന്ത് പരിപാടിയാ? അങ്ങനെ ഒരാൾ ചെയ്യത്തില്ല. കണ്ണട വെച്ചിട്ടില്ലാത്തവന്മാർ കഥ എഴുതുന്നതിൻ്റെ ആണോ, അതോ ഡയറക്ടർ കണ്ണട വെക്കാത്തതിൻ്റെ ആണോ, അത് ഈ നടന്മാർക്ക് ഇതിന്റെ യൂസ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണോ? ഈ കണ്ടിരുന്നവർക്ക് പിന്നെ ബോധമില്ലെന്ന് പറയാം. സീരിക്ക് ഉണ്ടായിക്കൊണ്ട് ഇതാണോ ഭയങ്കര കഷ്ടപ്പെട്ടെടുക്കുന്ന സിനിമ ഭയങ്കര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനം കേട്ടോ. എല്ലാം കൊള്ളാം. മമ്മൂട്ടിയുടെ പടമായതാണ്ട്. ഇത് ആരാണോ ഡയറക്ടറുടെ പ്രശ്നം കേട്ടോ ഇത്. അല്ലാതെ കഥ എഴുതിയ ആൾക്ക് അത്രയും ആ സീൻ അങ്ങനെ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ പറഞ്ഞാണ് ഇങ്ങനെ വരുന്നു, ഇറങ്ങുന്നു, കാണുന്നു. അപ്പോൾ ഡയറക്ടർ ബ്രില്യൻസ് അവിടെ വരുവാണ്. ഡയറക്ടർ കയറി ഇങ്ങനെ ഇവിടെ ഇറങ്ങി വരുമ്പോൾ കണ്ണട ഇങ്ങനെ കൈ പിടിച്ചോണ്ട് വരണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആളെ കാണത്തില്ല. അപ്പോഴല്ല കാണുന്നത്. നമുക്കൊരു ചെറിയൊരു ട്വിസ്റ്റ് അല്ല, ട്വിസ്റ്റ് എന്ന് പറയണ്ട, അതിനൊരു ചെറിയ വേറെന്തോ സാധനം പറയുന്നത്. അതിനെന്തോ പറയുന്നത് അങ്ങനെ ചെയ്യുന്നതിന് ഒരു ചെറിയ ഈ ഒരു ഡയറക്ടേഴ്സ് ബ്രില്യൻസ് അങ്ങനെ ചെയ്യുന്നതിന്. ഇങ്ങനെ കാണാതെ വരുന്നു, കണ്ടില്ല, ദൂരെ നിന്ന് കണ്ടില്ല. പുള്ളി ഇങ്ങനെ കണ്ണടയും കൊണ്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരുത്തുമ്പോൾ കാണാതിരുന്നിട്ട് പിന്നെ ഇത് വെച്ചിട്ട് കണ്ടു കഴിയുമ്പോൾ ഒരു പ്രത്യേകതരം വികാരം ഇടാനാണ്. ആ സീൻ പ്രസന്റ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? അല്ല പിന്നെ ആ ഡയറക്ടർ എന്തായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്ന് കുറച്ചും കൂടി ഒരു ഇതാക്കുന്നതായിരിക്കും അല്ലെ, സെന്റ് കയറ്റുന്നത് ഐറ്റം. ഭയങ്കര ഐറ്റം ആണല്ലോടാ. അയാളിങ്ങനെ കണ്ണടം വെച്ച് വന്ന് നേരെ ഇറങ്ങിയിട്ട് എന്താണ് മോനെ നീണ്ടു വിളിക്കുമല്ലോ. വന്നു കഴിഞ്ഞാൽ മറ്റേ ഡയലോഗ് നടക്കത്തില്ല. മനുഷ്യനാന്നാ പറയുന്നതെന്നും പറയുന്നത് കട്ടാവും. അത് വേണോ താനും അവക്ക് എന്തിനും പറയണം. അത് തന്നെ ശരിയാ, ഒരു സീൻ കൂടുതൽ കൊടുത്തായിരിക്കും ഡയറക്ടർക്ക്. ശരിയാ. അതെ. പുള്ളിക്കാരോട് പ്രത്യേക താല്പര്യം. നല്ല നടിയാണല്ലോ, അപ്പൊ അങ്ങനെ ഒരു സീൻ കൂടുതൽ കൊടുത്തായിരിക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് സിദ്ദിഖിന്റെ കൂടെ ഒക്കെ പ്രസ് മീറ്റിനൊക്കെ വന്നപ്പോഴേ മനസ്സിലായി നല്ല നടിയാണ്. അപ്പൊ അങ്ങനെ കൊടുത്തായിരിക്കും ചിലപ്പോൾ. ഒരു സീൻ ഇരിക്കട്ടെ, അഭിനയ പ്രതിഭ കാഴ്ചവെക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഉടനെ അത് കഴിഞ്ഞപ്പോ ഉടനെ അതെ അല്ലല്ല, അത് പുള്ളിക്കാരി എന്തോ വെറുതെ എന്തോ എനിക്കറിയത്തില്ല. പ്രസക്തി ഉണ്ടോ? ഒരു വേലക്കാരിക്ക് ആ വീട്ടിലുള്ള പ്രസക്തി കാണിക്കുകയാണ് ആ സമയത്ത്. പക്ഷെ പറ്റിപ്പോയെന്ന് വെച്ചാൽ ഈ ഇറങ്ങി വരുന്നവൻ തലയ്ക്ക് സുഖമില്ലാത്തവനാണെന്ന് തോന്നിപ്പോകും. അയാളെന്താ ഇങ്ങനെ ഒരു കണ്ണടയും പിടിച്ചുകൊണ്ട് നടക്കുവാണ് വീട്ടിൽ കൂടെ ഒക്കെ. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്ന് നിന്ന് ആരാത് എന്ന് ചോദിച്ചിട്ട്, കണ്ണട വെക്കാതെ ചോദിച്ചിട്ട് മനുഷ്യനാണെന്ന് പറയുന്നുണ്ടെ പുള്ളി നാടകീയമായിട്ട് ഇതാണ് ഡ്രാമയല്ല ഡ്രമ എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നീയാണോ ഈ സീനാണ് ഇതൊക്കെ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം വലിയ സംഭവമായിട്ട് ഇവിടെ ഷെയർ ചെയ്ത് വരുന്നത്. അത് കണ്ടപ്പോ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോ ഇയാൾക്ക് എന്തൊരു കുഴപ്പമുള്ള പോലെ തോന്നല്ലോ. ഇയാൾക്ക് എന്താ പറ്റിയത്? ഈ മനുഷ്യന് എന്താ പറ്റിയത്? കണ്ണട തുടക്കുന്നൊക്കെ ഉണ്ടെന്നേ, അയാൾ തുടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അയാൾ കണ്ണട വെക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നേ. അയാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുവാണോ? ഇയാൾ എഴുന്നേറ്റിട്ട് കുറെ നേരം ആയില്ലേ? ഇത് ആ സമയമല്ലല്ലോ. കൗസല്യ സുപ്രതയാ കാണിക്കുന്നത്. ചിലപ്പോൾ അയാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതുപോലെ പ്രസന്റ് ചെയ്തിട്ട് കണ്ണടയും കൂടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നോക്കി ആദ്യത്തെ കാഴ്ച. അത് ശരിയാ. ബാക്കി എല്ലാരും നേരത്തെ എഴുന്നേറ്റ്. ഇയാൾ പ്രായമുള്ള ആളായതുകൊണ്ടായിരിക്കും. ശരിയാ. അപ്പൊ ഒരു രാവിലെ ഫീല് കൊടുത്താ മ്യൂസിക്. അപ്പൊ ഉടനെ പുറത്തോട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, കണ്ണാടി പിടിച്ചിട്ട് കട്ടിലിരുന്നൊന്നും വെക്കരുത്, അതും പിടിച്ച് മുറ്റത്തോട്ട് വരണം. എന്നിട്ട് ആരോ വന്നെന്ന് പറയുമ്പോഴാണ് പുള്ളി വരുന്നേ. കണ്ണട വെക്കാതെ ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ ഇത്രയും കൊല്ലം കണ്ണട വെച്ചിട്ട്, ഞാനൊക്കെയാണ് എഴുന്നേക്കുമ്പോൾ തന്നെ കണ്ണടയും വെച്ച് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ കണ്ണട വെക്കും. കണ്ണട വെച്ചിട്ട് എഴുന്നേക്കത്തുള്ളൂ. കാരണം നമ്മൾ ഇതിനെ പിന്നെ മേടിച്ചേക്കുന്നത്. അത് കണ്ണട വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് ഓക്കെ അവിടെ നിന്ന് എഴുന്നേറ്റിരുന്നു. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കണ്ണടയൊക്കെ വെച്ചിട്ട്
ഇറങ്ങി നോക്കും, ആരും വന്നിട്ടുണ്ടെങ്കിലോ അല്ല എന്തെങ്കിലും വീഡിയോ കാണാനോ. ഇപ്പോഴാണെങ്കിൽ മൊബൈലിലാണ് നോക്കുന്നത്. ഇത് അതും കൊണ്ട് വരുവാ പുള്ളി അവിടെ നിന്ന് പുറത്ത് എന്നിട്ട് വെക്കാന്നത്. എടാ അതിന് വേണ്ടിട്ടാണ് ആ സീൻ അങ്ങനെ, അതാണ് ചോദിച്ചത്. നീ ബ്ലറായിട്ട് കാണാൻ വേണ്ടി ഒരാൾ ഇറങ്ങി വരുമോ? ആദ്യം നമുക്ക് ബ്ലറായിട്ട് കാണാം. ആരോ വന്നിട്ടുണ്ട്, അവനെ പെട്ടെന്ന് കാണണ്ട എന്ന് കഥാപാത്രം തീരുമാനിച്ചേക്കുക. മനസ്സിലായില്ല? അപ്പൊ അയാൾ എന്ത് ചെയ്യും? കണ്ണട കൈ പിടിച്ചോണ്ട് നടക്കും അവിടെ വരെ. എന്നിട്ട് അവിടെ വരെ എന്നിട്ട് ആരാ അവിടെ മനുഷ്യനോ? ഓ മനുഷ്യനാണല്ലേ, ഓക്കെ. ആടാ കള്ള അതാ പറഞ്ഞ ഇത് എന്തിന് പാണ്ടി എന്നാണ് വിളിക്കണ്ടേ തിരിച്ച്? മമ്മൂട്ടിയുടെ സ്ഥാനത്ത് ലാലുലക്ഷങ്ങാനും ആയിരിക്കണമെന്ന്. നീ ഇത്രയും നേരം കണ്ണും പൊത്തി ഇരുന്നിട്ട് എന്നാ സീൻ ക്രിയേഷൻ ആണ് ഇതൊക്കെ. ഭയങ്കര കണ്ടുപിടുത്തം തന്നെയാണ്. ഇങ്ങനത്തെ കണ്ടുപിടുത്തം കണ്ടുപിടിക്കരുത്. അതാ എനിക്കറിയാത്ത, അത് ഡയറക്ടേഴ്സ് ബ്രില്യൻസാ. അത് വലിയൊരു വീട് വന്നേ. ഇയാൾ അവിടെ തട്ടി പറഞ്ഞ് വീടാൻ നന്നായി. ആ നടക്കുമല്ലേ ഇങ്ങനെ. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഒടുവിലിന്റെ ഒടിഞ്ഞേനെ. അപ്പൊ ആ ഒടുവിലിനോടൊക്കെ പറയുന്ന പോലെ ചെയ്യുന്ന ആളായിരിക്കും. ആ നല്ല നടനാ, നല്ല നടനാ. എന്താ കാര്യം നിർത്തില്ല. കേട്ട് 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 എപ്പോഴാണ് എന്തോ അതിന്റെയൊക്കെ പുറയിൽ എന്തോ നമുക്കറിയത്തില്ല. ഇപ്പഴെങ്ങനെ ആയിരിക്കണമെന്ന്. അവിടെ ബഹിരാകാശ പേടകത്തിൽ ഒരു മുറി ബുക്ക് ചെയ്യാമായിരുന്നു. അതെ അതെ സത്യം. അവനവിടെ അവിടെ ബഹിരാകാശ പേടകത്തിൽ ഒരു റൂം ബുക്ക് ചെയ്ത് അവിടെ താമസം തുടങ്ങാം. അവിടെ ഇരുന്ന് കഥ എഴുതി ഇങ്ങോട്ട് താഴോട്ട് ഇടാം. ജീവിക്കാമായിരുന്നു. കുറെ വർഷം കഴിഞ്ഞ് വന്നാൽ മതി. എന്നാ ഡയറക്ടേഴ്സ് അല്ലേ എല്ലാ പടം ഇങ്ങനെയൊക്കെയാന്നേ.